ഒന്നാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ജോയ്ഫുൾ ഓണം മാത്സ് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിലുള്ള ആക്ടിവിറ്റീസ് ഫസ്റ്റ് ഒരു പൂക്കളം തന്നിട്ടുണ്ട്. ഗിവ് കളർ ടു ദ പൂക്കളം, പൂക്കളത്തിന് കളർ കൊടുക്കാനാണ് പറയുന്നത്. ദെൻ ഷോ ദ ബേബി ഫ്രോഗ് ദ വേ ടു റീച്ച് ഇറ്റ്സ് മദർ. ഫൈൻഡ് ദ സം ഓഫ് നമ്പേഴ്സ് ഇൻ ദ ബോക്സസ്. യൂസിങ് ദിസ് ദ പാത്ത് ക്യാൻ ബി ഫൗണ്ടഡ് ബൈ കളറിംഗ് ദ ലീവ്സ് ഗ്രീൻ. ബേബി ഫ്രോഗിനെ അതിൻ്റെ അമ്മയുടെ അടുത്തെത്താൻ വഴി കാണിക്കാനാണ് പറയുന്നത്. ഇവിടെ കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ താഴെയായിട്ടൊരു ബോക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടിട്ട് ബോക്സിൽ എഴുതുക. അപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് നമ്പർ എന്താ? 2 + 1 3, ദെൻ 6 + 2 8, 3 + 2 5, 3 + 1 4, 4 + 2 6, 1 + 1 2, 4 + 3 7, 5 + 4 9. ഇവിടെ കിട്ടിയ സമ്മ് താഴെ ഏത് ലീഫിലാണോ ഉള്ളത് അതിൽ കളർ ചെയ്യാം. നെക്സ്റ്റ് എന്താ? പ്രിറ്റി പാരോട്സ്. ഇവിടെ കുറേ പാരോട്സിന് തന്നിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ മെനി പാരോട്സ്? എത്ര പാരോട്സ് ഉണ്ട്? പാരോട്സ് 10. ഹൗ മെനി പാരോട്സ് ആർ ഈറ്റിംഗ് ഗോവ? 6. 3 more parrots joined the group. ഇപ്പോൾ കട്ട് ആൻഡ് പേസ്റ്റ് ദ പാരോട്സ് ഫ്രം പേജ് നമ്പർ 53 ഇൻ ടു ദ ബ്രാഞ്ച്. ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 53 പാരോട്സിൻ്റെ ചിത്രമുണ്ട്. അത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒട്ടിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ എത്ര പാരോട്സ് ആവും? ഓൾറെഡി 10 ഉണ്ടായിരുന്നു, 3 നമ്മൾ ഇപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 10 + 3 13 പാരോട്സ് ആയി. ടു മേക്ക് 20 പാരോട്സ് ഹൗ മെനി മോർ പാരോട്സ് ഷുഡ് കം? ഇപ്പോൾ 13 പാരോട്സ് ഉള്ളത്, 13 പാരോട്സ് ആണ് ഉള്ളത്. അത് 20 ആക്കണം. 20 ആക്കണമെങ്കിൽ എത്ര പാരോട്സ് അധികം വരണം? 20 ആക്കണം. ഇപ്പോൾ 13 ഉണ്ട്, അപ്പോൾ എത്ര പാരോട്സ് അധികം വേണം? 7. അതിൻ്റെ തൊട്ട് താഴെ കംപ്ലീറ്റ് ദ ബോക്സസ് ടു മേക്ക് ഈച്ച് 10. അതായത് ഇവിടെ നമ്പേഴ്സ് 6 7 2 5 8 9 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അത് 10 ആക്കാൻ ആണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെവൽ ചെയ്തിട്ടുണ്ട്. 6 തന്നതിൽ 10 ആക്കണമെങ്കിൽ 4 ആഡ് ചെയ്യണം. അപ്പോൾ 6 4 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി 7 തന്നിട്ടുണ്ട്. 7 10 ആക്കണമെങ്കിൽ എത്ര ആഡ് ചെയ്യണം? 3 ആഡ് ചെയ്യണം. അപ്പോൾ 7 തൊട്ട് താഴെ 3 എന്ന് എഴുതാം. ദെൻ 2 10 ആക്കണമെങ്കിൽ എത്ര ആഡ് ചെയ്യണം? 8 ആഡ് ചെയ്യണം. ദെൻ 5 10 ആക്കണമെങ്കിൽ 5 ആഡ് ചെയ്യണം. 8 10 ആക്കണമെങ്കിൽ 2 ആഡ് ചെയ്യണം. 9 10 ആക്കണമെങ്കിൽ 1 ആഡ് ചെയ്യണം. 3 10 ആക്കണമെങ്കിൽ 7 ആഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എന്താ? ഡൊമിനോസ് ഗെയിം. എന്താ ഡൊമിനോസ്? സീ ദ പോയിന്റ്സ് 4 ഫ്രണ്ട്സ് ഗോട്ട്. 4 സുഹൃത്തുക്കൾക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദെയർ ടോട്ടൽ പോയിന്റ്സ്. ഹു ഗോട്ട് മോർ പോയിന്റ്സ്? അവരുടെ ടോട്ടൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക. ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കുക. ഫസ്റ്റ് സിയക്ക് എത്ര പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്? 5 + 4. 5 + 4 ടോട്ടൽ 9 പോയിന്റ്സ് ആണ് സിയക്ക് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ജിയൊക്കെ എത്ര കിട്ടിയിട്ടുണ്ട്? ഫസ്റ്റ് എത്ര കിട്ടിയിട്ടുണ്ട്? 6 കിട്ടിയിട്ടുണ്ട്. 6 പ്ലസ് രണ്ടാമത്തേൽ 9. 6 + 9 എത്ര? 15. ഓക്കെ, ഇനി ആദിക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? ഫസ്റ്റ് 7 കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് എത്ര കിട്ടിയിട്ടുണ്ട്? 8 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 7 + 8 15. ദെൻ മേഘക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? ഫസ്റ്റ് 7 കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് 9 കിട്ടിയിട്ടുണ്ട്. 7 + 9 16. യു ക്യാൻ ഓൾസോ പ്ലേ. ഐ ഗോട്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്, എനിക്ക് കിട്ടിയിട്ടുള്ളത്, അതുപോലെ എൻ്റെ ഫ്രണ്ടിന് കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ വരച്ചിട്ട് ചേർക്കാം. നമുക്ക് എങ്ങനെ വരക്കാം? ഐ ഗോട്ട് എന്നുള്ളത് ഫസ്റ്റത്തേൽ ഞാൻ 6 വരക്കുന്നത്, രണ്ടാമത്തേൽ 4 വരക്കുന്നത്. അപ്പോൾ 6 + 4 ടോട്ടൽ പോയിന്റ്സ് 10 എഴുതാം. അത് നിങ്ങൾ എത്രയാണോ വരക്കുന്നത് അതിന് കണക്കായിട്ട് ആഡ് ചെയ്തിട്ട് എഴുതിയാണ് വേണ്ടത്. ദെൻ മൈ ഫ്രണ്ട് ഗോട്ട്. ഇതുപോലെ തന്നെ ഞാൻ 5 വരക്കുന്നത് ഫസ്റ്റ്, ദെൻ 6 വരക്കുന്നത്. 5 + 6 11. അതും ദെൻ റൈറ്റ് ദെയർ പോയിന്റ്സ് ഇൻ ഓർഡർ. നമ്മളിപ്പോൾ മുകളിൽ നിന്ന് തൊട്ട് എഴുതിയിട്ടുള്ള പോയിന്റ്സ് നിങ്ങളുടെ അടക്കം, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെതും കൂടെ നമുക്ക് ഒരു ഓർഡറിൽ എഴുതുക. എങ്ങനെ എഴുതാം? ഇപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ളത് വെച്ചിട്ടാണെങ്കിൽ 9 10 11 15 15 16 ഇങ്ങനെയാണ് ഇതിൽ ഓർഡർ വരുന്നത്. അത് നിങ്ങളതും നിങ്ങളുടെ ഫ്രണ്ടിൻ്റെതും എഴുതിയതിൽ ചേഞ്ച് വരുമ്പോൾ ആ ഓർഡറിൽ ചേഞ്ച് വരാം. ദെൻ ഡ്രോ ദ ഡൊമൈനസ് ദാറ്റ് ഷോസ് 12 പോയിന്റ്സ്. 12 പോയിന്റ്സ് കിട്ടുന്ന രീതിയിലുള്ള ഡൊമിനോസ് വരക്കാനാണ് പറയുന്നത്. പെയറായിട്ടാണ് എഴുതേണ്ടത്. ആദ്യത്തിൽ നമ്മൾ 6 എഴുതുന്നത് വെച്ചോ. അപ്പോൾ 6 ആണ് വരക്കുന്നതെങ്കിൽ രണ്ടാമത്തേൽ നമുക്ക് എത്ര വരക്കണം? 6 വരക്കണം. 6 + 6 ആണ് 12 വരുന്നത്. രണ്ടാമത് ഞാൻ 5 വരച്ചു. 5 വരച്ചാൽ നെക്സ്റ്റ് കോളത്തിൽ ഞാൻ എത്ര വരക്കണം? 7 വരക്കണം. 7 + 5 ആണ് 12 വരുന്നത്. ദെൻ ഞാൻ 4 വരച്ചു. 4 വരക്കുമ്പോൾ നെക്സ്റ്റ് കോളത്തിൽ ഞാൻ എത്ര വരക്കണം? 8 വരക്കണം. 8 + 4 ആണ് 12. ദെൻ ഞാൻ 3 വരച്ചു. 3 വരക്കുമ്പോൾ നെക്സ്റ്റ് കോളത്തിൽ ഞാൻ എത്ര വരക്കണം? 9 വരക്കണം. 9 + 3 ആണ് 12. ഓക്കെ, അടുത്തത് ഹൗ മെനി ബേർഡ്സ്. കൗണ്ട് ചെയ്യുക. ഹൗ മെനി ബേർഡ്സ് ഓൺ ദ ബ്രാഞ്ച്. ബ്രാഞ്ചിൽ എത്ര ബേർഡ്സ് ഉണ്ട്? 13. ദെൻ 4 ഓഫ് ദം ഫ്ലൂ എവേ ഇൻ സെർച്ച് ഓഫ് ഫുഡ്. അതിൽ 4 എണ്ണം ഫുഡിന് വേണ്ടിയിട്ട്, ആഹാരം തിരയാൻ വേണ്ടിയിട്ട് പോയി. എത്ര മെനി ബേർഡ്സ് ആർ ലെഫ്റ്റ്? ടോട്ടൽ എത്രയുണ്ട്? 13 ഉണ്ട്. അതിൽ 4 എണ്ണം ഫ്ലൂ എവേ. ദെൻ ബാക്കി എത്രയുണ്ട്? 13 - 4 9. 6 ബേർഡ്സ് കെയിം. 6 എണ്ണം വന്നു. ഹൗ മെനി ആർ ഓൺ ദ ബ്രാഞ്ച്? ആ 9ൻ്റെ കൂടെ എത്ര എണ്ണം കൂടെ വന്നു? 6 ബേർഡ്സ് കെയിം. 6 എണ്ണം വന്നു. ഇപ്പോൾ 9 + 6 എത്ര വന്നു? 15. ഇപ്പോൾ എത്രയുണ്ട്? 15. ഈസ് ദ നമ്പർ ഓഫ് ബേർഡ്സ് മോർ ഓർ ലെസ് നോ? ഫസ്റ്റ് എത്ര ഉണ്ടായിരുന്നു? 13 ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്ര ഉണ്ട്? 15 ആണ്. അത് മോർ ആണോ ലെസ് ആണോ? അധികമാണോ കുറവാണോ?
അധികമാണ്, മോർ. ബൈ ഹൗ മച്ച്, എത്ര അധികമുണ്ട്? 13 ഫസ്റ്റ്, ഇപ്പോൾ 15 എത്ര അധികം വന്നു? 2 എണ്ണം, 2. റൈറ്റ് ഇൻ ദ മിഡിൽ ബോക്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ഇൻ ഈച്ച് സെറ്റ്. അതായത് ഇവിടെ 3 കോളംസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സെൻറ്ററിൽ ഒരു ബ്ലാങ്ക് സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ 2 നമ്പറിൻ്റെ ഡിഫറൻസ് സെൻറ്ററിൽ എഴുതിയാണ് വേണ്ടത്. 10ഉം 7ഉം, അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 10 - 7, ഡിഫറൻസ് വരുന്നത് 3. ദെൻ 3 and 5, അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 5 - 3 എത്രയാണ്? 2. ദെൻ 5 and 8, എത്ര ഡിഫറൻസ്? 8 - 5 = 3. ദെൻ 9 and 4, 4 and 9, ഇപ്പോൾ 9 - 4 എത്ര ഡിഫറൻസ്? 9 - 4 = 5. ദെൻ 2 and 9, ഡിഫറൻസ് എത്ര? 9 - 2 = 7. ദെൻ 7 and 6, 7 and 6 ഡിഫറൻസ് 7 - 6 = 1. എന്താ? വിച്ച് ഫിഷ്? ഫൈൻഡ് ആൻഡ് കളർ ദ ഫിഷ് ഫോർ വിച്ച് സം ഓഫ് ദ നമ്പർ ഓൺ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓൺ ദ ബൗൾ. അതായത് അപ്പോൾ ഇവിടെ 3 ബൗൾ തന്നിട്ടുണ്ട്, 3 ബൗളിലും കണക്കായിട്ട് 3 ഫിഷിനും തന്നിട്ടുണ്ട്. ഫിഷിൻ്റെ മുകളിൽ ഓരോ നമ്പേഴ്സും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ബൗളിൽ 7 ആണ് എഴുതിയിട്ടുള്ളത്. ഫിഷിൽ 6 + 3 എന്ന് എഴുതിയിട്ടുണ്ട്, 4 + 4 എന്ന് എഴുതിയിട്ടുണ്ട്, 5 + 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏത് ചെയ്താലാണ് നമുക്ക് ഈ 7 കിട്ടുക എന്നത് നോക്കുക, എന്നിട്ട് ആ ഫിഷിനെ കളർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് 7 എന്നത് 5 + 2 = 7 ആണ്. അപ്പോൾ 5 + 2 എന്ന് എഴുതിയിട്ടുള്ള ഫിഷിനെ കളർ ചെയ്യാം. സെക്കൻഡ് വൺ വരുന്നത് ബൗളിൽ കൊടുത്ത നമ്പർ 10 ആണ്. 6 + 4 = 10 ആണ്. ദെൻ തേർഡ് വൺ 6 ആണ് ബൗളിൽ കൊടുത്തിട്ടുള്ള നമ്പർ. 10 - 4 = 6. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. ഇപ്പോൾ 10 - 4 എന്ന് എഴുതിയിട്ടുള്ള ഫിഷിനെ കളർ ചെയ്യാം. ദ ലാസ്റ്റ് വൺ 9 ആണ് കൊടുത്ത നമ്പർ. 5 + 4 = 9. അപ്പോൾ 5 + 4 എന്ന് എഴുതിയിട്ടുള്ള ഫിഷിനെ കളർ ചെയ്യാം. അടുത്ത വർക്ക്ഷീറ്റ് 13 ആണ്. നീരവ് ആൻഡ് നിയ വെന്റ് ടു ദ സൂ. നീരവ് നീയും സൂവിൽ പോയിട്ടുണ്ട്. ദ സ്റ്റുഡ് ഇൻ ക്യൂ ടു ടേക്ക് ടിക്കറ്റ്സ്. ടിക്കറ്റ് എടുക്കാൻ ക്യൂവിൽ നിന്നു. ഇൻ ദ ക്യൂ നിയ ഈസ് സ്റ്റാൻഡിങ് 14th ഫ്രം ദ ഫ്രണ്ട്. നിയ എവിടെ നിൽക്കുന്നത്? ഫ്രണ്ടിൽ നിന്ന് 14th, 14ാമത്തെ ആയിട്ടാണ് ആര് നിൽക്കുന്നത്? നിയ നിൽക്കുന്നത്. നീരവ് 15th, അതായത് ഫ്രണ്ടിൽ നിന്നും 15th, 15ാമത്തെ പൊസിഷനിലാണ് ആര് നിൽക്കുന്നത്? നീരവ് നിൽക്കുന്നത്. ഫ്രം ദ എൻഡ്, ക്യൂയുടെ അവസാനത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നീരവ് 3ാമതാണ്. നീരവ് ഈസ് 3rd ആൻഡ് നിയ 4ാമതാണ്. നിയ ഈസ് 4th. ഹൗ മെനി പീപ്പിൾ ആർ ദർ ഇൻ ദ ക്യൂ? ഡ്രോ ദ പിക്ചർ ആൻഡ് ഫൈൻഡ് ഔട്ട്. എത്ര ആൾക്കാർ ആ ക്യൂവിൽ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ പിക്ചർ നമുക്ക് എങ്ങനെ വരക്കാം? ആദ്യം ഫ്രണ്ടിൽ നിന്ന് 14th ആയിട്ട് നിയേനെ വരക്കുക. അപ്പോൾ നിയയുടെ മുമ്പിൽ എത്ര ആൾക്കാർ വരക്കണം? നമ്മൾ ബാക്കി 13 ആൾക്കാരെ നമ്മൾ വരക്കണം. അപ്പോൾ ഫ്രണ്ടിൽ 13 ആൾക്കാരെ വരച്ചു, 14th നിയനെ വരച്ചു, 15th നീരവിനെ വരച്ചു ഫ്രണ്ടിൽ നിന്ന്. ഇനി നമ്മൾ ബേക്കിൽ നിന്ന് കൗണ്ട് ചെയ്യുന്ന സമയത്ത് ബേക്കിൽ നിന്ന് നീരവ് എത്രാമതാണെന്ന് പറഞ്ഞാൽ 3ാമതാണ്. നമ്മൾ ഓൾറെഡി നീരവിനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ പുറകിൽ നിന്ന് 3rd ആയിട്ട് നീരവിനെ വരക്കും. അപ്പോൾ പുറകിൽ നീരവിൻ്റെ പുറകിൽ എത്ര ആൾക്കാരുണ്ടാവും? ബാക്കി 2 ആൾക്കാർ നീരവിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ആൾക്കാരായി? 17 ആണ് വരുന്നത്. നമ്മൾ പിക്ചർ വരക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് വരുന്നത് ഹാൻസം പീകോക്സ്. നീരവ് ആൻഡ് നിയ സോ പീകോക്സ് ഇൻ ദ സൂ. സൂവിൽ പീകോക്കിനെ കണ്ടു. പുട്ട് എ ടിക്ക് മാർക്ക് എബവ് ദ ബിഗ്ഗർ ഗ്രൂപ്പ്. ഏതാ ബിഗ്ഗർ ഗ്രൂപ്പ്? ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ അതിനൊരു ടിക്ക് കൊടുക്കുക. ദ നെക്സ്റ്റ് എന്താ പറയുന്നത്? നീരവ് കൗണ്ടഡ് ദ പീകോക്സ് ഇൻ ഈച്ച് ഗ്രൂപ്പ്. ഈച്ച് ഗ്രൂപ്പിൽ പീകോക്കിനെ കൗണ്ട് ചെയ്തു. ബിഗ്ഗർ ഗ്രൂപ്പിൽ എത്രയുണ്ട്? 8. സ്മോളർ ഗ്രൂപ്പിൽ എത്രയുണ്ട്? 4. ഹൗ മെനി ഇൻ ഓൾ? ടോട്ടൽ എത്രയുണ്ട്? 8 + 4 = 12. പീകോക്ക് സ്റ്റാർട്ടഡ് ഡാൻസിങ്. 3 പീകോക്സ് ഫ്രം ദ സ്മോളർ ഗ്രൂപ്പ് ജോയിൻഡ് ദ ബിഗ്ഗർ ഗ്രൂപ്പ്. സ്മോളർ ഗ്രൂപ്പിലുള്ള 3 പീകോക്സ് എങ്ങോട്ട് പോയി? ബിഗ്ഗർ ഗ്രൂപ്പിലേക്ക് പോയി. നൗ ഹൗ മെനി പീകോക്സ് ഇൻ ദ ബിഗ്ഗർ ഗ്രൂപ്പ്? ബിഗ്ഗർ ഗ്രൂപ്പിൽ ഓൾറെഡി എത്ര ആളുണ്ടായിരുന്നു? 8 ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സ്മോളർ ഗ്രൂപ്പിൽ നിന്ന് എത്ര ആൾക്കാർ കൂടെ വന്നു? 3 പീകോക്ക് കൂടെ വന്നു. അപ്പോൾ ടോട്ടൽ എത്രയായി? 8 + 3 11 ആയി. ഹൗ മെനി മോർ ഇൻ ദ ബിഗ്ഗർ ഗ്രൂപ്പ് ദാൻ ഇൻ ദ സ്മോളർ ഗ്രൂപ്പ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ബിഗ്ഗർ ഗ്രൂപ്പിൽ 11 ആണുള്ളത്. ഇപ്പോൾ സ്മോളർ ഗ്രൂപ്പിൽ എത്രയുണ്ട്? 4 - 3 1 ഉള്ളൂ. സ്മോളർ ഗ്രൂപ്പിനെക്കാളും എത്ര എണ്ണം ബിഗ്ഗർ ഗ്രൂപ്പിൽ കൂടുതലുണ്ട് എന്നാണ് ചോദിക്കുന്നത്. എത്രയുണ്ട്? 11 - 1 = 10. ലെറ്റ്സ് റൈറ്റ് ദ നമ്പേഴ്സ്. ഇവിടെ നമ്മൾ കുറേ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എഴുതാനാണ് പറയുന്നത്. ആഡ് 3 to 5 ആൻഡ് ദെൻ സബ്ട്രാക്ട് 4. എന്താ പറയുന്നത്? ആദ്യം ആഡ് ചെയ്യണം. 3 to 5, 3നെയും 5നെയും ആഡ് ചെയ്യുക. എത്ര കിട്ടും? 3 + 5 8 കിട്ടി. ദെൻ സബ്ട്രാക്ട് 4. 8 നിന്ന് 4 മൈനസ് ചെയ്യാം. എത്ര കിട്ടും? 8 - 4 = 4. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആഡ് 2 to 3. 2ന് 3യും ആഡ് ചെയ്യുക. 2 + 3 = 5. ദെൻ സബ്ട്രാക്ട് 1. 5 - 1 = 4. Then add 1 to 7. 1 + 7 = 8. And then subtract 2. 8 - 2 = 6. Then add 3 to 6. 3 + 6 = 9. And then subtract 7. 9 - 7 = 2. Okay. Next, rabbits. Count here. How many rabbits? 9 rabbits. Some rabbits hide in their burrows as they saw നീരവിനെ കണ്ടപ്പോൾ അതിൻ്റെ മാളത്തിൽ കൂടി കുറച്ച്. How many rabbits are there now? എത്ര ഉണ്ട്? 6. Number of rabbits hiding in the burrow. ഫസ്റ്റ് എത്ര ഉണ്ടായിരുന്നു? 9 ഉണ്ടായിരുന്നു. 9 ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്രയേ ഉള്ളൂ? 6 ഉള്ളൂ. ഇപ്പോൾ 9 - 6 = 3. 3. ഹൗ മച്ച് മോർ ഈസ് ദ ലാർജർ നമ്പർ ദാൻ ദ സ്മോളർ നമ്പർ? അതായത് 2 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്മോളർ നമ്പറിനേക്കാൾ എത്ര കൂടുതലാണ് ലാർജർ നമ്പർ? അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ 9ഉം 7ഉം ആണ് തന്നിട്ടുള്ളത്. 9 7നേക്കാളും എത്ര കൂടുതലാണ് എന്നാണ് ചോദിക്കുന്നത്. 2 കൂടുതലാണ്. അപ്പോൾ 9 7ലെടുത്ത് നമ്മൾ എന്ത് എഴുതും? 2 എഴുതും.
7 + 2 അല്ലേ 9. അപ്പോൾ എത്ര കൂടുതലാണ്? 2 കൂടുതലാണ്. നെക്സ്റ്റ് 84. 84നേക്കാൾ എത്ര കൂടുതലാണ്? 4 കൂടുതലാണ്. 4 + 4 അല്ലേ 8. അപ്പോൾ 4 കൂടുതലാണ്. ദെൻ 10 3. 10 3നേക്കാൾ എത്ര കൂടുതലാണ്? 10 3നേക്കാൾ 7 കൂടുതലാണ്. 7 6. 7 6നേക്കാൾ 1 കൂടുതലാണ്. ദെൻ 9 2. 9 2നേക്കാൾ 7 കൂടുതലാണ്. ദെൻ 4 8. 8 4നേക്കാൾ 4 കൂടുതലാണ്. മേക്ക് 10. നീ ആൻഡ് നീരവ് ആർ പ്ലേയിങ് എ ഗെയിം. നീ നീരവ് ഗെയിം കളിക്കുകയാണ്. ദ നമ്പേഴ്സ് ഓൺ ദ കാർഡ്സ് ഗോട്ട് മസ്റ്റ് ബി ആഡഡ്. അവർക്ക് കിട്ടിയിട്ടുള്ള നമ്പേഴ്സ്, കാർഡിലെ നമ്പേഴ്സ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഫോർ ദാറ്റ് ബിൻഡീസ് മസ്റ്റ് ബി പേസ്റ്റഡ് ഇൻ ബോക്സസ്. അപ്പോൾ അതിനൊക്കെയായിട്ട് എന്ത് ചെയ്യണം? ബിൻഡീസ് പേസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ കാർഡ് നീയാകോട്ട്, നീക്ക് കിട്ടിയിട്ടുള്ള കാർഡ് 9ഉം 8ഉം ആണ്. അപ്പോൾ 9 ബിൻഡീസ് ദെൻ 8 ബിൻഡീസ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കോളത്തിൽ എന്താ? അപ്പോൾ നെക്സ്റ്റ് കോളത്തിൽ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുക? അതായത് 9 + 8 എന്നുള്ളതിന് താഴെ എങ്ങനെ എഴുതിയിട്ടുണ്ട്? 9 + 8 മാറ്റിയിട്ട് 1 + 7 ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 9 + 1 + 7 = 9 + 1 എന്നുള്ളത് നമ്മൾ 10 ആയി എടുത്തു, 10 + 7 ആയി എടുത്തു. അപ്പോൾ നമുക്ക് എങ്ങനെ മുകളിലത്തെ കോളത്തിൽ ബിൻഡീസ് ഒട്ടിക്കാം? ആദ്യത്തിൽ 10 ഒട്ടിക്കാം, ദെൻ രണ്ടാമത്തിൽ 7 ഒട്ടിക്കാം. ആൻസർ എത്രയായിട്ട്? 10 + 7 = 17 കിട്ടും. ദെൻ കാർഡ്സ് നീരവിന് കിട്ടിയിട്ടുള്ളത് 7ഉം 6ഉം ആണ്. 7 ബിൻഡീസും 6 ബിൻഡീസും ഒട്ടിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് കോളത്തിൽ നമ്മൾ ഇങ്ങനെ എഴുതി 7 + 6 എന്നുള്ളത് 6നെ മാറ്റിയിട്ട് എന്താക്കി? 3 + 3 എന്നാക്കി. അപ്പോൾ 7 + 3 + 3 = നമുക്ക് എങ്ങനെ എഴുതാം? 7 + 3 നമുക്ക് എങ്ങനെ എഴുതാം? 10 എഴുതാം. 10 + 3 = 10 + 3 = 13 ആണ്. ഇനി അതിൻ്റെ മുകളിൽ ബിൻഡീസ് നമുക്ക് എങ്ങനെ ഒട്ടിക്കാം? ഫസ്റ്റ് കോളത്തിൽ 10 ഒട്ടിക്കാം, രണ്ടാമത്തേൽ 3 ഒട്ടിക്കാം. ടോട്ടൽ 13. അടുത്തത് ഡു ആസ് ഷോൺ. അതായത് ഇവിടെ നമുക്ക് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യാനാണ് കൊടുത്തിട്ടുള്ളത്. 7 + 3 = 10 നോർമലായിട്ട് ആഡ് ചെയ്യണം. അതുപോലെ രണ്ടാമത്തേൽ 6 + 2 = 8. 6 + 2 = 8. നമുക്കതെങ്ങനെ എഴുതാം? 8 - 2 = 6 എന്ന് എഴുതാം. 8 - 6 = 2 എന്ന് എഴുതാം. ഓക്കെ. നെക്സ്റ്റ് 4 + 3 = 7. 7 - 3 = 4 എന്ന് എഴുതാം. 7 - 4 = 3 എന്ന് എഴുതാം. നെക്സ്റ്റ് 5 + 4 = 9. 9 - 4 = 5 എന്ന് എഴുതാം. 9 - 5 = 4 എന്ന് എഴുതാം. 8 + 2 = 10. 10 - 2 = 8 എന്ന് എഴുതാം. 10 - 8 = 2 എന്ന് എഴുതാം. ഫൈൻഡ് ദ സം ആസ് ഷോൺ. 8 + 4 = 8 + 4 എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4നെ മാറ്റിയിട്ട് നമ്മൾ 2 + 2 ആക്കി. അപ്പോൾ 8 + 2 + 2 എന്ന് എഴുതാം. ഇനി 8 + 2നെ നമ്മൾ 10 ആയി എടുത്തു. 10 + 2 എങ്ങനെ എഴുതിയാലും ആൻസർ സെയിം ആക്കി നമുക്ക് കിട്ടുക 12. അതുപോലെ രണ്ടാമത് 7 + 6. 6നെ നമ്മൾ 3 + 3 ആയി എടുത്തു. അപ്പോൾ 7 + 3 + 3. 7 + 3നെ നമ്മൾ 10 ആയി എടുത്തു. 10 + 3 = 13. 9 + 4. 9 + 4 നമുക്ക് എങ്ങനെ എഴുതാം? 4നെ നമുക്ക് 2 + 2 എന്ന് എഴുതാം. അപ്പോൾ 9 + 2 + 2 എന്ന് എഴുതാം. നമുക്ക് എങ്ങനെ എഴുതാം? 9 + 2 + 2 എന്ന് പറയുന്നത് എത്രയാണ്? 13 ആണ്. അപ്പോൾ 10 + 3 എന്ന് എഴുതാം. ദെൻ 8 + 7. 7നെ നമുക്ക് 4 + 3 ആക്കി എഴുതാം. അപ്പോൾ 8 + 4 + 3 എന്ന് എഴുതാം. ഇനി 8 + 7 എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10 + 5 എന്ന് എഴുതാം. ദെൻ 5 + 9. 5 + 9നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 + 5 + 4 എന്ന് എഴുതാം. ഓക്കെ. ആൻസർ നമുക്ക് 14 ആണ് കിട്ടുക. അപ്പോൾ അതിന് നമുക്ക് 10 + 4 എന്ന് എഴുതാം. 10 + 4 = 14. ദെൻ 8 + 6. 6നെ നമുക്ക് 3 + 3 എന്ന് എഴുതാം. 8 + 3 + 3 എത്രയാണ്? 14 ആണ് വരിക. അപ്പോൾ 10 + 4 = 14 എന്ന് എഴുതാം. ഫൈൻഡ് ദ ആൻസർ. ഹൗ മെനി പെൻസ് ഡു ബോത്ത് ഹാവ്? രണ്ടാളുടെ കയ്യിലും പെന്നുണ്ട്. എത്രയുണ്ട് എന്ന് കൗണ്ട് ചെയ്യുക, എഴുതുക. എത്രയുണ്ട്? 12 ആണ് ആൻസർ വരിക. ദെൻ ഹൗ മെനി ചിൽഡ്രൻ ഇൻ ഓൾ ബെഞ്ചസ്? രണ്ട് ബെഞ്ചിലും കൂടിയിട്ട് എത്ര കുട്ടികളുണ്ട്? 9. ഇഫ് രാജി ടേക്സ് 3 കപ്സ് ഹൗ മെനി കപ്സ് വിൽ ബി ലെഫ്റ്റ്? ഇപ്പോൾ അതിൽ ടോട്ടൽ 9 കപ്സ് ആണുള്ളത്. അതിൽ രാജി 3 കപ്സ് എടുത്തു. ബാക്കി എത്രയായിരിക്കും? 9 + 3 = 6 ആയിരിക്കും. എ ബാസ്ക്കറ്റ് കണ്ടെയ്ൻസ് 9 മാംഗോസ്. ഒരു ബാസ്ക്കറ്റിൽ 9 മാംഗോ ഉണ്ട്. സോബി ടുക്ക് 3 മാംഗോസ്. സോബി 3 എടുത്തു. സുനി ടുക്ക് 2 മാംഗോസ്. സുനി 2 എടുത്തു. ഹൗ മെനി മാംഗോസ് ആർ ലെഫ്റ്റ് ഇൻ ദ ബാസ്ക്കറ്റ്? ബാക്കി എത്ര മാംഗോസ് ബാസ്ക്കറ്റിൽ ഉണ്ട് എന്നാണ് ചോദിച്ചത്. ടോട്ടൽ 9 ഉണ്ടായിരുന്നു. സോബി 3 എടുത്തു. അപ്പോൾ ബാക്കി എത്രയായി? 9 - 3 = 6 ആയി. അതിൽ നിന്ന് സുനി 2 എടുത്തു. അപ്പോൾ 6 - 2 = 4 ആയി. അപ്പോൾ എത്ര മാംഗോസ് ബാസ്ക്കറ്റിൽ ബാക്കിയുണ്ട്? 4. ലാസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ദ പിക്ചർ ബൈ റൈറ്റിംഗ് ദ മിസ്സിംഗ് നമ്പർ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിൽ മിസ്സായിട്ട് കുറച്ച് നമ്പേഴ്സ് അത് റൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ മിസ്സായിട്ടുള്ള നമ്പേഴ്സിന് താഴെ അതിൻ്റെ ഹിൻഡ് തന്നിട്ടുണ്ട്. രണ്ടാമത്തേൽ കൊടുത്ത എന്താ? 7 ആഡഡ് ടു 6. 7 6ൻ്റെ കൂടെ ആഡ് ചെയ്തു. 7 + 6 = 13. 9 + 6. 9 + 6 15. അവിടെ താഴെ അതുപോലെ കുറച്ച് ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. നമ്പർ ഫൈൻഡ് ചെയ്യാനാണ് പറയുന്നത്. 7 ആഡഡ് ടു 5. 7 5ൻ്റെ കൂടെ ആഡ് ചെയ്തു. 7 + 5 = 12. 5 ലെസ് ദാൻ 20. 20നേക്കാളും 5 കുറവ്. എത്ര? 20 - 5 15. 9 ലെസ് ദാൻ 19. 19നേക്കാളും 9 കുറവ്. 19നേക്കാളും 9 കുറവ്. 19 - 9 = 10. 3 ആഡഡ് ടു 17. 3 ആഡഡ് ടു 17. 3 17ൻ്റെ കൂടെ ആഡ് ചെയ്തു. 3 + 17 20. 8 ആഡഡ് ടു 12. 8 + 12 20.